നെടുങ്കണ്ടത്ത് അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സജിയുടെ ജീവിതം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഇരട്ട കൊലപാതകത്തിന് ശേഷമാണ് മറ്റു പല കഥകളും മറ്റും ചില വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നത്. അതായത് ഈ സജിയുടെ പിതാവിൻ്റെ തിരോധാനം, ഇതോടൊപ്പം ഇവരുടെ ബന്ധുവായ 2 യുവതികളെ സജി ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില കണ്ടെത്തലുകളും. നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായ സജിയെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നെടുങ്കണ്ടം പച്ചടി സ്വദേശിയായ മേരിക്കുട്ടിയെയും മകൻ റജിയെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ജയിലിൽ കഴിയുന്ന പ്രതി സജിയെ 4 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും 2018-ൽ സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായതിന് പിന്നിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം 2 സ്ത്രീകളെ സജി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായും പോലീസിന് സൂചനകൾ ലഭിച്ചു. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, ആകെ ദുരൂഹതകൾ നിറഞ്ഞ സജിയുടെ ജീവിതം. അതായത് വർഷങ്ങൾക്ക് മുൻപ് 2 യുവതികളെ, ഇവരുടെ ബന്ധുവായ 2 യുവതികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. അന്ന് ആ കേസിൽ മറ്റൊരു സജിയെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പക്ഷേ പിന്നീട് ആ സജിക്ക് ഇതിൽ പങ്കില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ അവിടെയും പ്രതി ആരാണെന്ന ചോദ്യം ബാക്കിയായിരുന്നു. അതോടൊപ്പം 2018-ൽ ഈ സജിയുടെ പിതാവ് മാത്യുവിൻ്റെ തിരോധാനം. പക്ഷെ അന്നൊന്നും ഇത്തരമൊരു കൃത്യമായ വിവരങ്ങൾ, അല്ലെങ്കിൽ സജിയെ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ ഓരോ കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ, ഈ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? പ്രിൻസ് ടോം, ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് സജിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ചും ഇരട്ട കൊലപാതകത്തിന് ശേഷമാണ് ഈ വീട്ടുമായി ബന്ധപ്പെട്ട് നടന്ന വിവിധ കാര്യങ്ങളെ കുറിച്ചുള്ള ദുരൂഹതകളും ആരോപണങ്ങളും നാട്ടുകാർ സംശയങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അതായത് കഴിഞ്ഞ ഏപ്രിൽ 4-ലാണ് ഇത്തരത്തിൽ ഇരട്ട കൊലപാതകങ്ങൾ അമ്മയെയും സഹോദരനെയും സജി കൊലപ്പെടുത്തുന്നത്. പിന്നീട് ദിവസങ്ങളോളം ഈ വിവരം പുറലോകം അറിഞ്ഞില്ല. 2 ദിവസം ഇയാൾ മൃതദേഹങ്ങൾ ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞ് വീടിനുള്ളിൽ സൂക്ഷിച്ചു. അതിനുശേഷമാണ് വീടിന് സമീപം കുഴിയെടുത്ത് മറവ് ചെയ്തത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം റജിയെ കാണാതെ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും തുടർന്ന് നടന്ന ഒരു അന്വേഷണത്തിലാണ് ഈ സജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് ഒളിവിൽ പോയ സജിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഈ വിഷയമായി, ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനാണ്. അതായത് സജി കുഴി എടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന മൺവെട്ടി അടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം സജിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. സജി മൊബൈൽ ഫോൺ ഈ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് മലമുകൾ ഉപേക്ഷിച്ചു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം മറ്റ് കേസുകൾ സംബന്ധിച്ചും, അതായത് സജിയുടെ പിതാവ് 2018-ലാണ് ഇവിടുന്ന് നാട് വിട്ടു പോയതായാണ് ഉള്ള പരാതിയുള്ളത്. അതായത് 2018-ൽ ഇയാൾ ഇവിടുന്ന് സഹോദരി ഇയാളുടെ ഇളയ മകളെ കാണുന്നതിന് അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി കട്ടപ്പന വെള്ളയാങ്കുടിയിലേക്ക് പോവുകയായിരുന്നു എന്ന് വിളിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ഇയാൾ വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടില്ല. തുടർന്ന് റജി, അതായത് മൂത്ത മകൻ, പരാതി നൽകിയിരുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു തെളിവ് ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. നെടുങ്കണ്ടത്ത് നിന്ന് ഇയാൾ ബസ്സിൽ കയറിപ്പോയി എന്നൊക്കെ സൂചനയൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിന് ആനുപാതികമായ തെളിവ് ശേഖരിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഈ കേസ് അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലും ഒന്നും ഉണ്ടാകാതെ വന്നതോ ഈ കേസിന്റെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുന്നതിന് കാരണമായി. എന്തായാലും ഇരട്ട കൊലപാതകത്തെ തുടർന്ന് ഈ വിഷയത്തിലും സജിക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവരുടെ ബന്ധുവായ 2 സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് തുടങ്ങിയുള്ള ആരോപണങ്ങളും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു കേസിൽ മുൻപ് വേറൊരു സജിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. എന്നാലും ആ കേസും കൃത്യമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സജിയിലേക്ക് എത്താതെ തന്നെ കേസുകൾ തേഞ്ഞു മാഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് എത്താതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഈ ആവശ്യമായ തെളിവുകൾ ലഭിക്കുന്ന പക്ഷം മറ്റൊരു കേസായി ഇത് രജിസ്റ്റർ ചെയ്ത് തുടർ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഈ പിതാവ് മാത്യുവിന് എന്താണ് സംഭവിച്ചെന്ന് കൂടി അറിയണ്ടേ? 2018-ലാണ് മാത്യുവിനെ കാണാതാകുന്നത്. അതായത് 8 വർഷം മുൻപ്. സ്വാഭാവികമായത് സജിക്ക് അതേക്കുറിച്ച് അറിവുണ്ടായിരിക്കാം, സജിക്ക് അതിൽ പങ്കുണ്ടായിരിക്കാം.
പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും സൂചനകൾ ഇയാൾ നൽകുന്നുണ്ടോ? പോലീസ് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ടോം, 2018 മാത്യുവിനെ കാണാതാവുന്നത്. നിലവിൽ ഇയാളുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് സജിക്ക് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം കൈമാറിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും സജിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാരും പോലീസും കരുതുന്നതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ സജിയുമായിട്ട് സഹോദരന്റെയും അമ്മയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടും ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതായത് ഈ റെജി പലപ്പോഴും സജിയെ തന്റെ മാത്യുവിന്റെ മകനല്ല സജി എന്ന രീതിയിൽ കളിയാക്കിയിരുന്നു. അതാണ് ഈ ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സജി മൊഴി നൽകിയിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുള്ള അവസ്ഥയിൽ മാത്യുവിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ടും സജിക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം അല്ലെങ്കിൽ നാട്ടുകാരുടെ നിഗമനം. ആ രീതിയിലുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ടും നടക്കും. കൃത്യമായും 2018 സഹോദരിയുടെ മകളെ കാണുന്നതിനായാണ് മകളുടെ ചികിത്സ ആവശ്യത്തിലായി പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അതിനുശേഷം തിരികെ ഇയാളെക്കുറിച്ച് യാതൊരു വിവരങ്ങളും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്യമായും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സജിയുടെ സഹോദരന്റെയും അമ്മയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയിൽ തന്റെ പിതൃത്വം സംബന്ധിച്ച് റെജി പലപ്പോഴായി ഉണ്ടാക്കിയിരിക്കുന്ന കളിയാക്കലുകൾ ആണ് ഇതിന് പ്രധാന കാരണമായി സജി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ പിതാവിന്റെ, അതായത് മാത്യുവിന്റെ തിരോധനത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതോടൊപ്പം ഈ വർഷങ്ങൾക്ക് മുൻപാണ് രണ്ട് യുവതികളെ, ഇവരുടെ ബന്ധുവായ രണ്ട് യുവതികളെ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള ചില വിവരങ്ങളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അന്ന് ആ കേസിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതാണ്, മറ്റൊരു പ്രതിയെ പിടികൂടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിലും സജിക്ക് പങ്കുണ്ടെന്ന് എങ്ങനെയാണ് പോലീസ് സംശയം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ? ടോം, ബന്ധുക്കളായ രണ്ട് സ്ത്രീകളെ സജി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള സൂചനകളാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. മുൻപ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാവുകയും അത് മറ്റൊരാളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീങ്ങുകയും അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ തുടർ അന്വേഷണങ്ങൾ ഉണ്ടായില്ല. ഇപ്പോൾ നാട്ടുകാരും ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് സജിയിലേക്ക് തന്നെയാണ്, സജിയാണ് ഇത്തരത്തിൽ കുറ്റക്കാരൻ എന്ന് നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് കരുതുന്നത്. കൃത്യമായ വിവരങ്ങൾ പോലീസിലേക്ക് ആളുകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ആ രീതിയിൽ അന്വേഷണവും നടത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിലും കൃത്യമായ തെളിവ് ശേഖരിക്കാൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഈ ലൈംഗികമായി രണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്ത കേസ് സംഭവങ്ങളിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കേസായി ഇത് രജിസ്റ്റർ ചെയ്ത് പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അങ്ങനെ ആ കേസിൽ കൂടുതൽ അന്വേഷണം, കൃത്യമായ തെളിവുകൾ, കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനായി കൂടുതലായി വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് അങ്ങനെ മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്തായിരിക്കും ഈ തുടർ അന്വേഷണം നടത്തുക. അതോടൊപ്പം തന്നെ മാത്യുവിന്റെ തിരോധാനത്തിലും 2018 നടന്ന സംഭവമാണ്. 8 വർഷത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അതും മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്ത് തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് അങ്ങനെ മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്ത് അതിനനുസരിച്ചായിരിക്കും അന്വേഷണം നടത്തുക. കേട്ടോ, യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സജിക്ക് മറ്റു ചില കേസുകളിലും പങ്കുണ്ട്. ഇയാളുടെ അച്ഛൻ്റെ തിരോധാനം, മാത്യുവിൻ്റെ തിരോധാനം 8 വർഷം മുൻപ് നടന്നാണ്. അതൊരു കൊലപാതകമാകാം എന്നൊരു സൂചനകൾ വരുന്നു. അതോടൊപ്പം വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ബന്ധുവായ 2 യുവതികളെ സജി ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളുമുണ്ട്. സജിയെ 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. ഈ ഇരട്ടക്കൊലപാതക കേസിനൊപ്പം തന്നെ മറ്റ് 3 കേസുകളിലും ചുരുളഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.